സ്വർണ്ണക്കള്ളക്കടത്തിലെ പോലീസിന്റെ പങ്ക് ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന് PV അൻവർ MLA. പോലീസിനെതിരെ കാരിയർമാരുടെ വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു വെല്ലുവിളി. വിഷയം ചൂണ്ടിക്കാണിച്ച് തന്നെ കുറ്റവാളിയാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്നും PV അൻവർ തുറന്നടിച്ചു. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിനെതിരെ പോലീസിന്റെ നടപടി മാതൃകാപരമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി PV അൻവറിനെ സംശയത്തിന്റെ നിഴലിലാക്കും വിധമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് PV അൻവറിനെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ PV അൻവർ ആണോ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി, അത് നിങ്ങൾ പറ, ഞാനായിട്ട് പറയില്ല. എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത്? PV അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ? കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് പിടികൂടുന്ന സ്വർണത്തിലെ ഒരു പങ്ക് പോലീസ് മുക്കുന്നുവെന്ന ആരോപണം PV അൻവർ ആരോപിച്ചു. തെളിവായി കാരിയർമാരുടെ വെളിപ്പെടുത്തലടങ്ങുന്ന 2 വീഡിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഈ പറഞ്ഞ ഏകദേശം 220 ഗ്രാം 900 ഗ്രാം സ്വർണം പിടികൂടിയതിൽ ഒരു രേഖയുമില്ലെന്നും മറ്റൊരു കേസിൽ 374 ഗ്രാം സ്വർണം പോലീസ് അടിച്ചുമാറ്റിയെന്നും PV അൻവർ ആരോപിച്ചു. സ്വർണ്ണക്കടത്തുകാരുടെ മൊഴിയെടുക്കാൻ DIGയോട് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും എടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസിലും അന്വേഷണം കാര്യക്ഷമമല്ലെന്നും PV അൻവർ ആരോപിച്ചു. പരാതികൾ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും വെല്ലുവിളി. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? ADGP MR അജിത്കുമാറിനും SP സുജിത്ദാസിനും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് PV അൻവർ ആവർത്തിച്ചു. അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ കസ്റ്റംസുകാർ ഇത് കാണുന്നുണ്ട്. കണ്ടാൽ അവർക്ക് അങ്ങോട്ട് പിടിച്ചാൽ പോരെ? അവർ പിടിക്കുന്നില്ല. അവരാണ് സുജിത്ദാസിന്റെ ടീമിന് പുറത്ത് നിൽക്കുന്ന പോലീസ് സംഘത്തിന് വിവരം കൊടുക്കുന്നത്. കാരണം ഇവിടെ എടുത്താൽ അതിൻ്റെ പെർസെൻറ്റേജിന് പരിമിതിയുണ്ട്. പുറത്ത് കിടന്നാൽ ഈ പറഞ്ഞ പോലെ 30, 40, 50% വിഴുങ്ങാം. സമീർ ബിൻ കരീം, 24, മലപ്പുറം.